പോകുന്നത് ആർ ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഇത് സെമി ഫൈനലാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കാനിരിക്കുന്ന വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക്. മുന്നണികൾ കച്ചകെട്ടി രംഗത്തേക്ക് ഇറങ്ങുകയല്ലേ? അനുജ, നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഗ്നിപരീക്ഷയാണ് രാഷ്ട്രീയ മുന്നണികൾക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തങ്ങളുടെ മുന്നോട്ട് വെക്കുന്ന തന്ത്രങ്ങൾ എത്രമാത്രം വിജയകരമായി വോട്ടർമാരിലേക്ക് എത്തിക്കാൻ പറ്റും, അവരുടെ പിന്തുണ നേടാൻ കഴിയും എന്നതിൻ്റെ ഒരു പരീക്ഷണശാലയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പതിവിലേറെ പ്രാധാന്യത്തോടെ എല്ലാ മുന്നണികളും ഒരുപോലെ സമീപിക്കുന്നതിന് കാരണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിൽ തുടരുന്ന LDF സർക്കാരാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലും അവർക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. ഈ മേൽക്കൈ നിലനിർത്താനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരം പിടിക്കാനും കച്ചകെട്ടിയാണ് LDFിൻ്റെ പടപ്പുറപ്പാട്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ സംഘടനാപരമായ ഒരുക്കങ്ങൾ തുടങ്ങിയ CPIM ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും വിജയം ഉറപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ്. അതിനുവേണ്ടിയാണ് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സർക്കാരിനെ കൊണ്ട് നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് പോലും സർക്കാരിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ കൂടി ഏറ്റവും ഒടുവിൽ വന്നു. അത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കാൻ ഏത് വിധേനയും ശ്രമം നടത്തുന്നു എന്ന പ്രതീതിയാണ് LDF ഉണ്ടാക്കുന്നത്. മാത്രമല്ല, നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് അവർക്ക് വലിയ ആത്മവിശ്വാസം പകരുമെന്ന കാര്യം കൂടിയാണ്. അതുതന്നെയാണ് UDFും പ്രതീക്ഷിക്കുന്നത്. 2021 സംഭവിച്ചത് 2026 സംഭവിക്കാതിരിക്കാൻ നേരത്തെ തന്നെ UDFും പ്രചാരണ പരിപാടികളും ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നു. തദ്ദേശ വാർഡുകളിൽ വോട്ടർമാരെ ചേർക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ UDF മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും പ്രവർത്തനങ്ങളും നടത്തി. പലയിടങ്ങളിലും മുൻനിര നേതാക്കന്മാർ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഭരണം പിടിക്കാൻ, ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. ആ അവസരത്തിന് മുന്നോടിയായി തങ്ങളുടെ അവനാഴിയിലെ അസ്ത്രങ്ങളുടെ മൂർച്ച എത്രത്തോളം ഉണ്ടെന്ന് അറിയാനുള്ള ഒരു പരീക്ഷയായി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ UDFും കാണുന്നത്. BJPയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നിസ്സാരമായി കാണുന്നില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഇത് സെമി ഫൈനലല്ല, ഫൈനൽ തന്നെയായിട്ടാണ് BJP കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നിർണായകമായ വോട്ട് ഈ കേരളത്തിലുണ്ട് എന്ന കാര്യം ഏറ്റവും ഒടുവിൽ BJP തെളിയിച്ചത്. അതിൻ്റെ ഒരു ആവർത്തനം, അതിനേക്കാൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP തയ്യാറെടുപ്പ് നടത്തുന്നത്. എല്ലായിടത്തും മുൻനിര സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ വാശിയേറിയ പോരാട്ടത്തിലാണ് കേരളത്തിൽ BJP തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേവലം ഒരു പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് വീറും വാശിയും കൈവരുന്ന പോരാട്ടമായി മാറുമെന്ന് ഉറപ്പാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.